ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലീപ്പേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ്, എന്താണ് റിക്വയർമെൻറ്റ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. റിക്വയർമെൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടാവുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എന്താണ് സ്ലീപ്പർ അത് നോക്കാം. സ്ലീപ്പറിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ കണ്ടിട്ടുണ്ടാവും, നമ്മളെ റെയിൽസിന് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന മെറ്റീരിയലാണ് എന്ത് സ്ലീപ്പർ എന്ന് പറയുന്നത്. സ്ലീപ്പറിൻ്റെ മെയിനാണ് റെയിൽ വരുന്നത്. ഇതാണ് ഒരു സ്ലീപ്പർ. അപ്പോൾ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഹോൾഡിംഗ് റെയിൽസ് ടു കറക്റ്റ് ഗേജ് ആൻഡ് അലൈൻമെൻറ്റ്. കറക്റ്റ് അലൈൻമെൻറ്റും ഗേജ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്ലീപ്പർ. അപ്പോൾ മെയിനായിട്ടുള്ള സ്ലീപ്പറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റെയിൽസിനെ കറക്റ്റ് ഗേജിൽ ഹോൾഡ് ചെയ്ത് നിർത്തുക. ദെൻ ഫേം ആൻഡ് ഇവൻ സപ്പോർട്ട് ടു റെയിൽസിന് സപ്പോർട്ട് കൊടുക്കുക. ദെൻ ട്രാൻസ്ഫറിങ് ലോഡ്സ് ഇവൻലി ഫ്രം റെയിൽസ് ടു വൈഡർ ഏരിയ ഓഫ് ദി ബല്ലാസ്റ്റ്. റെയിലിൽ നിന്ന് ബല്ലാസ്റ്റിലോട്ട് എന്ത് ചെയ്യുക? ലോഡ് ട്രാൻസ്ഫറിങ് നടത്തുക. പിന്നെ ഇലാസ്റ്റിക് മീഡിയ ആയിട്ട് പ്രവർത്തിക്കാം. ദെൻ പ്രൊവൈഡിങ് ലോഞ്ചിറ്റ്യൂണൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. ലോഞ്ചിറ്റ്യൂണലായിട്ടും ലാറ്ററലായിട്ടുള്ള സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. ഇനി റിക്വയർമെൻറ്റ്സ്. സ്ലീപ്പേഴ്സ് ടു ബി യൂസ്ഡ് ഷുഡ് ബി എക്കണോമിക്കലായിരിക്കണം. ദ ഷുഡ് ഹാവ് മിനിമം പോസിബിൾ ഇനീഷ്യൽ ആൻഡ് മെയിൻ്റെനൻസ്. ഇക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ് മാത്രമല്ല, അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്തായിരിക്കണം? കുറവായിരിക്കണം. പിന്നെ മോഡറേറ്റ് വെയ്റ്റ്, വളരെ ഹൈ വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാവണം എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്ലീപ്പർ മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല. കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു മോഡറേറ്റ് വെയ്റ്റ് ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് സ്ലീപ്പർ മാനുഫാക്ചർ ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു ഈസി ഹാൻഡ്ലിങ്. ദെൻ ഫിക്സിങ് ആൻഡ് റിമൂവിങ് ഓഫ് ഫാസ്റ്റനിങ് ഷുഡ് ബി ഈസി. അപ്പോൾ സ്ലീപ്പറും റെയിലും കണക്ട് ചെയ്യുന്ന മീനാണ് എന്ത് പറയുന്നത്? ഫാസ്റ്റനിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റനിങ്സിന് എന്ത് ചെയ്യണം? നമുക്ക് ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കണം. സഫിഷ്യൻറ്റ് ബിയറിംഗ് ഏരിയ. ഈ സ്ലീപ്പറിനെ വഹിക്കാനുള്ള ഏരിയ, ബിയറിംഗ് ഏരിയ സഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാവണം. സ്ലീപ്പറിനല്ല, റെയിൽസിനെ വഹിക്കാനുള്ള. ഈസി മെയിൻ്റനൻസ് ആൻഡ് ഗേജ് അഡ്ജസ്റ്റ്മെൻറ്റ്. മെയിൻ്റനൻസും അതുപോലെ ഗേജ് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് വളരെ എളുപ്പമായിട്ട് സാധ്യമാവണം. പിന്നെ ട്രാക്ക് സർക്യൂട്ടിങ് മസ്റ്റ് ബി പോസിബിൾ. ട്രാക്ക് സർക്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ട്രാക്കിൽ ട്രെയിൻ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇലക്ട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഈ ട്രാക്ക് സർക്യൂട്ടിങ് നമ്മൾ ഈ സ്ലീപ്പർ കൊണ്ട് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഇൻസുലേഷൻ പോസിബിൾ ആവണം. ഏബിൾ ടു റെസിസ്റ്റ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ്. അപ്പോൾ ലോഡ് വരുന്ന നമ്മൾ ട്രെയിൻ ഹെവി ലോഡാണ്, അതുകൊണ്ടുണ്ടാകുന്ന ഷോക്സ് ആൻഡ് വൈബ്രേഷൻസിന് എന്ത് ചെയ്യണം? റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഒരു സ്ലീപ്പേഴ്സിൻ്റെ റിക്വയർമെൻ്റായിട്ട് വരുന്നത്. അപ്പോൾ ഫങ്ഷൻ പഠിച്ചു, റിക്വയർമെൻറ്റ്സ് പഠിച്ചു. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ടൈപ്സ് ആണ്. ടിമ്പർ സ്ലീപ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വുഡൻ സ്ലീപ്പേഴ്സ് ഉണ്ട്. മെറ്റൽ സ്ലീപ്പേഴ്സ് ഉണ്ട്. മെറ്റൽ സ്ലീപ്പേഴ്സ്, കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് ഉണ്ട്, സ്റ്റീൽ സ്ലീപ്പേഴ്സ് ഉണ്ട്. പിന്നെ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സാണ്. കോൺക്രീറ്റിൽ രണ്ട് തരത്തിലുണ്ട്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഉണ്ട്, പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ഉണ്ട്. സ്ലീപ്പേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിലുണ്ട്. ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് സ്ലീപ്പേഴ്സ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ അല്ല, റെയിലിൻ്റെ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? ട്രാൻസ്വേഴ്സ് എന്നും പറയാം. ഇനി ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഏർലിയർ ഫോം ഓഫ് സ്ലീപ്പേഴ്സ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് നൗ ഡേയ്സ്. ഇന്ന് ഉപയോഗിക്കുന്നില്ല, പണ്ട് കാലത്ത് ഉപയോഗിച്ച ടൈപ്പ് സ്ലീപ്പേഴ്സാണ് എന്ത് ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ്. കൺസിസ്റ്റ് ഓഫ് സ്ലാബ്സ് ഓർ പീസസ് ഓഫ് ടിമ്പർ പ്ലേസ്ഡ് പാരലൽ ടു ദി റെയിൽ.
അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാരലൽ ടു ദി റെയിലാണ്. റെയിലിന് പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടിമ്പർ പീസ് അല്ലെങ്കിൽ സ്ലാബ് ആണെന്ത് ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ്. ടു മെയിൻറ്റെയിൻ ദി കറക്റ്റ് ഗേജ് ക്രോസ് പീസസ് വെർ പ്രൊവൈഡഡ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ പീസ് മാത്രമല്ല, ഗേജ് കറക്റ്റാക്കാൻ വേണ്ടി ഒരു ക്രോസ് പീസും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ്, കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ലീപ്പേഴ്സാണ്. നോയ്സ് ക്രിയേറ്റഡ് ബൈ ദി ട്രാക്ക് ഈസ് കൺസിഡറബിൾ. അതുകൊണ്ട് വരുന്ന നോയ്സ് എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ പണ്ട് ഉപയോഗിച്ച ഒരു ടൈപ്പ് സ്ലീപ്പറാണെന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെയിലിന് പാരലായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ്. ഈ സ്ലീപ്പർ ഇതാണ് റെയിൽ പോകുന്നത്. അപ്പോൾ ഈ റെയിലിന് പാരലായിട്ട് കൊടുക്കുന്നത് ലോഞ്ചിറ്റ്യൂണൽ സ്ലീപ്പേഴ്സ്. ഇനി ട്രാൻസ്വേഴ്സ് സ്ലീപ്പേഴ്സ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ലീപ്പറാണെന്ത് ട്രാൻസ്വേഴ്സ്. റെയിലിന് പെർപെൻഡിക്കുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സ്ലീപ്പറാണെന്ത് ട്രാൻസ്വേഴ്സ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഉദാഹരണം കാണിച്ചിട്ടുള്ളത്. ഇനി ടിമ്പർ സ്ലീപ്പേഴ്സ് ഓർ വുഡൻ സ്ലീപ്പേഴ്സ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഈസി ടു മാനുഫാക്ചർ ആൻഡ് ഹാൻഡ്ലിങ്ങും മാനുഫാക്ചറൊക്കെ വളരെ ഈസിയാണ്. സ്യൂട്ടബിൾ ഫോർ ട്രാക്ക് സർക്യൂട്ട് ഏരിയ. കാരണം ടിമ്പർ എന്താണ്, ഇൻസുലേഷൻ വളരെ പോസിറ്റീവാണ്. ഇലക്ട്രിക് ഇൻസുലേറ്ററാണ് ടിമ്പർ. ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് ബല്ലാസ്റ്റ്. ബല്ലാസ്റ്റ് ഇടാതെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ബല്ലാസ്റ്റ്. എല്ലാ ടൈപ്പും ബല്ലാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റും. ഫിറ്റിംഗ് ആർ ഫ്യൂ ആൻഡ് സിമ്പിൾ ഇൻ ഡിസൈൻ. കുറച്ച് ഫിറ്റിങ്സ് ആവശ്യമുള്ളൂ, പക്ഷേ അതിൻ്റെ ഡിസൈനൊക്കെ എന്താണ്, വളരെ സിമ്പിളാണ്. അലൈൻമെൻറ്റ് ക്യാൻ ബി ഈസിലി കറക്റ്റഡ്. അലൈൻമെൻറ്റൊക്കെ എന്തെങ്കിലും തെറ്റ് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ എളുപ്പത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈസിലി അവൈലബിൾ ഇൻ ആൾ പാർട്സ് ഓഫ് ഇന്ത്യ. എല്ലായിടത്തും എന്താണ്, ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് വുഡൻ സ്ലീപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇതൊരു വുഡൻ സ്ലീപ്പറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഡിസഡ്വാൻറ്റേജ് ആണ്. ലൈഫ് വരുന്നത് ആകെ 12 to 15 കൊല്ലം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എന്തായാലുണ്ട്, ലേബിൾ ടു ഡാമേജ് ബൈ ബെറ്റർ പാക്കിംഗ് കൊണ്ട് ഡാമേജിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബല്ലാസ്റ്റ് പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ദി ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. സസെപ്റ്റബിൾ ടു ഫയർ ഹസാർഡ്സ്. ടിമ്പർ ആയതുകൊണ്ട് ഫയർ ഹസാർഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ് രണ്ട് തരത്തിലുണ്ട്. CI കാസ്റ്റ് അയൺ പോട്ട് ഓർ ബോൾ സ്ലീപ്പേഴ്സ് ഉണ്ട്. ഇതാണ് കാസ്റ്റ് അയൺ പോട്ട് ഓർ ബോൾ സ്ലീപ്പേഴ്സ്. പിന്നെ CST കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സ്, CST9 സ്ലീപ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ രണ്ട് തരം സ്ലീപ്പേഴ്സാണ് കാസ്റ്റ് അയണിന് വരുന്നത്. കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. യൂണിഫോം ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി, ഈസി ടു മാനുഫാക്ചർ ആൻഡ് ഹാൻഡ്ലിംഗ്, ഗേജ് ക്യാൻ ബി ഈസിലി അഡ്ജസ്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻ, ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ, ലൈഫ് ഈസ് ലോങ് ലൈഫാണ്. മറ്റേതിന് 12 to 15 നമ്മൾ ടിമ്പർ സ്ലീപ്പറിന് പറഞ്ഞിരുന്നത്. ഇതിന് കുറച്ചും കൂടി എന്തുണ്ട്, ലൈഫുണ്ട്. അലൈൻമെൻറ്റ് ക്യാൻ ബി ഈസിലി കറക്റ്റഡ്, നോട്ട് സസെപ്റ്റബിൾ ടു ഫയർ ഹസാർഡ്സ്, ഫ്രീക്വൻറ്റ് റിന്യൂവൽ ഈസ് നോട്ട് റിക്വയർഡ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോർ ബല്ലാസ്റ്റ് ഈസ് റിക്വയർഡ്. മറ്റേതിന് കുറച്ച് ബല്ലാസ്റ്റ് ആവശ്യമുള്ളതായിരുന്നുള്ളൂ ടിമ്പർ സ്ലീപ്പേഴ്സിന്. പക്ഷേ ഇതിനെന്താ ആവശ്യമുണ്ട്, കുറേ ബല്ലാസ്റ്റ് ആവശ്യമുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ് റൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ലെസർ ലാറ്ററൽ സ്റ്റെബിലിറ്റി എന്താണ്, കുറവാണ്. നോട്ട് ഫിറ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടഡ് ഏരിയ. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് എന്താണ്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാക്ക് സർക്യൂട്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ട്രൈബാസ് വീക്കൻഡ് ബൈ കൊറോഷൻ. ഈ അതിലുപയോഗിക്കുന്ന ടൈബാസ് എന്ത് ചെയ്യണം, കൊറോഷൻ കൊണ്ട് വീക്കൻ ചെയ്യാം. പിന്നെ ഫിറ്റിംഗ് റിക്വയർഡ് ആർ ഗ്രേറ്റർ ഇൻ നമ്പർ ആൻഡ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻസ്പെക്ഷൻ. കുറേ ഫിറ്റിങ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്,
മെയിൻ്റനൻസ് ഇൻസ്പെക്ഷനൊക്കെ വളരെ പ്രയാസമായിരിക്കും. ഇനി സ്റ്റീൽ സ്ലീപ്പേഴ്സ്, സ്റ്റീൽ കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അഡനൈസ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ലൈഫാണ്, 30 to 40 ഇയേഴ്സ് ഉണ്ട്. സ്റ്റെബിലിറ്റി ബെറ്റർ ആണ്. ലെസർ ഡാമേജ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിങ്, ഡാമേജ് വളരെ കുറവാണ്. മെയിൻ്റനൻസ് വളരെ ഈസിയാണ്, ഗേജ് മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. പിന്നെ സിമ്പിൾ ടു മാനുഫാക്ചറിങ് പ്രോസസ്സ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഹൈ സ്ക്രാപ്പ് വാല്യൂ വളരെ കൂടുതലാണ്. ദേ ആർ നോട്ട് അറ്റാക്ക്ഡ് ബൈ വെർമിൻസ് ആൻഡ് ദേ ആർ നോട്ട് സസ്കെപ്റ്റഡ് ടു ഫയർ ഹസാർഡൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി സ്റ്റീൽ സ്ലീപ്പേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലയബിൾ ഫോർ കൊറോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നോട്ട് ഫിറ്റ് ഫോർ ട്രാക്ക് സർക്യൂട്ടഡ് ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് അല്ല. ഡെവലപ്പ് ക്രാക്ക് അറ്റ് റെയിൽ സീറ്റ് ഡ്യൂറിങ് സർവീസ്, അപ്പോൾ ക്രാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then the overall cost of steel sleepers is more than that of timber sleepersനേക്കാളും കൂടുതൽ ഓവറോൾ കോസ്റ്റ് കൂടുതലാണ് സ്റ്റീൽ സ്ലീപ്പേഴ്സിന്. ഫിറ്റിംഗ് റിക്വയർഡ് ആർ ഗ്രേറ്റർ ആൻഡ് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഫിറ്റിങ്സ് വളരെ കൂടുതൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസിനൊക്കെ വളരെ പ്രയാസമാണ്. ഇതൊരു സ്റ്റീൽ സ്ലീപ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതായത് സ്റ്റീൽ സ്ലീപ്പറാണ്. ഇനി കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ റെയിൽവേ ട്രാക്കിലൊക്കെ കാണുന്ന ഏത് ടൈപ്പ് സ്ലീപ്പറാണ്? കോൺക്രീറ്റ് സ്ലീപ്പറാണ്. കോൺക്രീറ്റിൽ തന്നെ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോങ്ങർ ലൈഫാണ്, ബെറ്റർ സ്റ്റെബിലിറ്റിയാണ്, ലെസർ ഡാമേജ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഡാമേജ് വളരെ കുറവാണ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് സമയത്ത്. ഈസി ടു മെയിൻറ്റെയിൻ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ സുഖമാണ്. നോ ചാൻസ് ഓഫ് ഡാമേജ് ബൈ ഫയർ കൊണ്ട് ഡാമേജ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നോ പോസിബിലിറ്റി ഓഫ് തെഫ്റ്റിൻ്റെ പോസിബിലിറ്റി കുറവാണ്. നോ ചാൻസ് ഓഫ് ഗേജ് വൈഡനിങ് ചാൻസ് കുറവാണ്. ദേ ആർ നോട്ട് അറ്റാക്ക്ഡ് ബൈ വെർമിൻ ആൻഡ് നാച്ചുറൽ ഡീക്കെ, വെർമിൻസും നാച്ചുറൽ ഡീക്കെ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന അറ്റാക്ക് വളരെ കുറവാണ്. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദി ട്രാക്ക് സർക്യൂട്ടിങ്. വെർമിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ചെതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദി ട്രാക്ക് സർക്യൂട്ടിങ്. കോൺക്രീറ്റ് ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് എന്തില്ല, ഡിഫിക്കൽട്ടി ഇൻ ട്രാക്ക് സർക്യൂട്ടിങ്ങിലുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല. ഇനി കോൺക്രീറ്റ് സ്ലീപ്പേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഹാൻഡ്ലിംഗ് ആൻഡ് ലേയിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഹാൻഡ്ലിങ് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ഹെവി ആയതുകൊണ്ട്. ഡാമേജ് ഈസ് വെരി ഹെവി ഇൻ കേസ് ഓഫ് ഡീറെയിൽമെൻറ്റിൻ്റെ ഉണ്ടായാൽ അതിന് ഡാമേജ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. നോ സ്ക്രാപ്പ് വാല്യൂ ഇല്ല, ലൈഫ് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ മാനുവൽ പാക്കിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ബെല്ലാസ്റ്റ് പാക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. ബെല്ലാസ്റ്റ് അതിലിടുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് പാക്കിംഗ് എന്ന് പറയുന്നത്. റെയിൽവേ ട്രാക്കിൽ ബെല്ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാനുവലായിട്ട് പാക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷീൻ പാക്കിങ് പോസിബിൾ ഉള്ളൂ. ദ ഡാമേജ് ദി ബോട്ടം എഡ്ജ് ഡ്യൂറിങ് ദി പാക്കിങ്ങിൻ്റെ സമയത്ത് ബോട്ടം എഡ്ജ് എന്ത് ചെയ്യാറുണ്ട്, ഡാമേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് സ്ലീപ്പേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്ര കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ്, എന്തൊക്കെയാണ് സ്ലീപ്പറിൻ്റെ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് സ്ലീപ്പറിൻ്റെ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ നന്നായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.